അങ്ങനെ. നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാബ്രാഹ്മണനായ വരരുചിയുടെയും പഞ്ചമിയുടെയും 12 മക്കളുണ്ടായി അവർക്ക്. അതിൽ 11ാമത്തെ മകനായ വള്ളോൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പരാമർശിക്കുന്നത്. ഇന്നലെ ഒരു ഭാഗം അങ്ങനെ പറഞ്ഞു നിർത്തിയേക്കാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ വള്ളോൻ ഇപ്പോൾ മേലാളം തിരുമേനിയുടെ ഇല്ലത്ത് എത്തി. മേലാളം തിരുമേനി പറഞ്ഞു, ദാ ആ കാണുന്ന ആ ഭവനം അത് ഇവിടെ തന്നെ ഉപഗ്രഹമാണ്, അവിടെ താമസിക്കാം അങ്ങേക്ക്. നമുക്ക് തമ്മിലിങ്ങനെ രസകരമായി വല്ല വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ പരസ്പരമല്ലേ. അദ്ദേഹത്തിനോട് അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, അങ്ങ് ആരാണ്? വളരെ തത്വജ്ഞാനമൊക്കെ അറിയുന്ന ഒരാളാണല്ലോ, ആരാണ്? അച്ഛൻ ആരാണ്? അമ്മ ആരാണ്? എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് ജ്ഞാനദൃഷ്ടികൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണല്ലോ അവരും മറ്റും മക്കളൊക്കെ. അപ്പോൾ ഞാൻ മഹാബ്രാഹ്മണനായ വരരുചിയുടെയും പഞ്ചമിയുടെയും മകനാണ്. മാത്രമല്ല മേഴത്തൂർ അഗ്നിഗോത്രി എൻ്റെ ജ്യേഷ്ഠനാണ്, മൂത്ത ജ്യേഷ്ഠനാണ്. പിന്നത്തെ ചേട്ടനാണ് നാറാണത്ത് തമ്പുരാൻ, പിന്നെ ദാ പെരുന്തച്ചൻ, പിന്നെ തിരുവരങ്ങത്തെ പാണനാര്, തിരുവരങ്ങത്തെ പാക്കനാര്, കൂടാതെ കാരക്കലമ്മ, ഉപ്പുകൂറ്റൻ, അകവൂർ ചാത്തൻ, ഓച്ചിറ പരബ്രഹ്മത്തെ കാണിച്ചു കൊടുത്ത പറവൂർ അകവൂർ ചാത്തൻ. ഇങ്ങനെ ഓരോ തൻ്റെ ജ്യേഷ്ഠന്മാരെ പറ്റി പറയേണ്ട. ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. അഗ്നിഗോത്രിയുടെ ഭവനത്തിൽ, മൂത്ത ജ്യേഷ്ഠൻ്റെ ഭവനത്തിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ശ്രാദ്ധ കൂട്ടുന്നതിന് ഞങ്ങൾ ഒരു ദിവസം അവിടെ കൂടാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. മേലാളം തിരുമേനി അങ്ങ് അതിശയിച്ചു പോയി. ഈശ്വര, താൻ അറിയാതെ പോയി, ഇതല്ലേ ഇദ്ദേഹത്തെ ആക്ഷേപിച്ചതല്ലേ എന്താന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ അഗ്നിഗോത്രിയുടെ, മേഴത്തൂർ അഗ്നിഗോത്രിയുടെ അനുജനോ തൻ്റെ കൂടെ ഈ കാണുന്നത്, അദ്ദേഹം ഈ വള്ളോനെ അങ്ങ് നമസ്കരിച്ചു. അങ്ങ് ഇവിടെ തന്നെ താമസിക്കും, ഒന്നിനും ഒരു കുറവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞ് അവിടെ താമസം തുടങ്ങി. പക്ഷേ വള്ളോനൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ അവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഞാൻ ഇന്നാരാണ്, ഈ അഗ്നിഗോത്രിയുടെ അനിയനാണെന്നും പെരുന്തച്ഛൻ്റെ അനിയനാണെന്നും നാറാണത്ത് ഇത് എന്താ പറയണ്ടേ, ഇവരുടെ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 11ാമനാണെന്നൊന്നും ആരോടും പറയരുത്. അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെയൊക്കെ താമസിക്കാം. ഞാൻ പറഞ്ഞോളാം, അവരോട് ആരോടും പറയാതെ ഞാൻ വേണ്ട വിധത്തിൽ നോക്കിക്കോളാമെന്നും പറഞ്ഞ് തിരുമേനി ആ വീടൊക്കെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കിയിട്ട് ഈ വള്ളവന് താമസിക്കാൻ കൊടുത്തു. അവിടെ താമസം അങ്ങനെ തുടങ്ങി. ആരോടും ഇട്ട് പറഞ്ഞില്ല അതിങ്ങനെ അദ്ദേഹം ഒരു ആളാണെന്നൊന്നും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, മഹാക്ഷേത്രം. അപ്പോൾ ഈ വള്ളോൻ എല്ലാ ദിവസവും പോയി അവിടുത്തെ ക്ഷേത്രക്കുളമൊക്കെ കാണാറുണ്ട്. തൊട്ടുപുറത്ത് മനയ്ക്ക ഉണ്ട് ഒരു കുളം. ഇദ്ദേഹം മനയ്ക്കര കുളത്തിൽ കുളിച്ചിട്ട് അങ്ങോട്ട് തൊഴുവാനൊക്കെ വരികയും ചെയ്യും. അങ്ങനെ പതിവുള്ളൂ. വലിയ ക്ഷേത്രവും ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട്. പോയി ദർശനം നടത്താൻ എന്നും വള്ളവും പോവാറുണ്ട്. ഒരു ദിവസം കുളത്തിന് അവിടെ നിന്നുകൊണ്ട് കുറേ കുട്ടികളുടെ കരച്ചിൽ കേട്ടു. എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഈ വള്ളവൻ ചെന്നു. വള്ളവനോടി ചെല്ലുമ്പോൾ എന്താ, വേദം പഠിക്കാൻ വന്ന ഒരുപാട് ഉണ്ണിയമ്പൂരിമാർ വരാറുണ്ട് ആ ക്ഷേത്രത്തിലേക്ക്. ആ വേദം പഠിക്കാൻ വന്ന ഉണ്ണി നമ്പൂരിമാരിൽ ആരോ കളിയായിട്ട് കാല് കഴുകാൻ എന്തിനും ഇറങ്ങിയപ്പോൾ പെട്ടെന്നങ്ങോട്ട് വഴിക്ക് തെറ്റി അങ്ങോട്ട് തെറിച്ചാൽ പോയി. അങ്ങനെ കുളത്തിൽ വീണ് അപകടത്തിൽ മുങ്ങി താഴുന്ന കുട്ടിയാണ് കാണുന്നത്. മറ്റു കുട്ടികളൊക്കെ കരയുക, രക്ഷിക്കാൻ പറ്റണില്ല. കുട്ടി ദൂരെ പോയിട്ട് മുങ്ങും അങ്ങനെയായി. ഉടൻ തന്നെ ഒട്ടും സംശയിച്ച് നിൽക്കാണ്ട് വെള്ളവൻ അമ്പലക്കുളത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടി നീന്തി ചെന്ന് കുട്ടിയെ അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. വെള്ളം കുടിച്ച് വയറൊക്കെ വീർത്തിരിക്കുകയായിരുന്നില്ലേ. വയറ് എടുത്ത് കമഴ്ത്തി അങ്ങോട്ട് തലയിൽ വെച്ച് ഇങ്ങനെ വട്ടം കറങ്ങി വെള്ളമൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കണ്ണ് തുറന്ന് കുട്ടിക്ക് അപകടമൊന്നും ഉണ്ടായില്ല. ഇത് ഇവിടെ എത്തുകയും ചെയ്തു. അപ്പോഴേക്കും ഇവിടുന്ന് പോയിരുന്ന ഈ കുളത്തിൽ നിന്ന് ഈ കുട്ടിയെ ഉണ്ണി നമ്പൂരിയെ രക്ഷിച്ചത് വള്ളോനാണെന്നുള്ള കാര്യം ആ പരിസരവാസികളും മറ്റു കുട്ടികളും ഒക്കെ അറിഞ്ഞു. അപ്പോഴാണ് ഈ തിരുമേനിയെ
ഇവർ ഇയാൾ ഇയാൾ ആ ഇയാളല്ലേ നമ്മുടെ മേരളം തിരുമേനി ഒളിച്ച് താമസിപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് കുളത്തിൽ ഇറങ്ങി വെള്ളം തൊട്ടു എന്ന് കണ്ടപ്പോൾ കുളം അശുദ്ധായി. അയ്യോ എന്തായി പറയണേ, എന്തിനു പറയണു, മേലാളം തിരുമേനിയെ പുറത്ത് ഭ്രഷ്ടാക്കി പുറത്ത് കിടക്കില്ലത്ത് തന്നെ ഒതുങ്ങി കഴിഞ്ഞുള്ള മറ്റു കുറേ പേര് ഈ വള്ളോൻ്റെ സ്പർശനം കാരണം ക്ഷേത്രക്കുളം അശുദ്ധിയായി ഇതായിട്ടെന്ന് പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയവരൊക്കെ അശുദ്ധിയാവും. അങ്ങനെ ഒരു രീതിയായി. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹം കൊണ്ടുവന്ന ഇഞ്ചി കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കുളിച്ചതും അവിടെ വന്നതും. പിന്നെ വരാൻ മേലെന്നല്ല, വന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഈ വള്ളുവനിങ്ങനെ രക്ഷിച്ച ഉണ്ണി നമ്പൂതിരിയെ രക്ഷിച്ചെങ്കിലും ഒരുപാട് പേര് ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു. എന്താ വിചാരണ ചെയ്യണേ? അമ്പലക്കുളം അശുദ്ധാക്കി, അയാളെ ശിക്ഷിക്കാണ്ട് പറ്റില്ല. പരാതിയായി. മേലാളം തിരുമേനി ഇത്രയും ഇങ്ങനെ ഈ ജാതി ഏത്, മതം ഏത്, കുലമേത്, ഗുരുവാര് ഇതൊന്നും അറിയാത്ത ഒരാളെ വള്ളോനെ ഇല്ലപ്പത്തും കയറ്റി താമസിപ്പിച്ചേക്കണം. അതുകൊണ്ട് അദ്ദേഹവും ഭ്രഷ്ടക്കാരനെ. അങ്ങനെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം രാത്രിയാകുമ്പോൾ വരൂല്ലോ തിരുമേനിയെ കാണാം. അദ്ദേഹം രാത്രിയാകുമ്പോൾ അങ്ങോട്ട് പോവും, വള്ളവനും പോവും. അങ്ങനെയല്ലേ പറ്റും. അവർ തമ്മിലിരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. ഇദ്ദേഹത്തെ സമുദായത്തിൽ നിന്ന് മാറ്റി. ആരെ? മേലാളം തിരുമേനിയെ. മറ്റ് തിരുമേനിമാരുടെ സഭയിലും അതിലും ഇതിലും ഇതുപോലെ ഒരു കാര്യങ്ങളിലും കൂട്ടില്ലെന്ന്. അയ്യോ കഷ്ടമായില്ലോ എന്ന് തോന്നി വള്ളുവിന്. പക്ഷേ തന്നെ കഷ്ടം മാറട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഈ ഉണ്ണി നമ്പൂതിരിയെ രക്ഷിച്ചതിന് ഇയാളെ പരസ്യമായിട്ട് വള്ളോനെ ശിക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ആ ശിക്ഷയ്ക്ക് മേലാളം തിരുമേനിക്കും കൊടുക്കണമെന്നായി. ഇങ്ങനെ ഇതായെ പറ്റുന്നില്ല. 2 പേരെയും കയ്യും കാലും കെട്ടിയിട്ട് അമ്പലക്കുളത്തിലേക്ക് ഇടണം. അപ്പം ചത്തു പൊങ്ങിക്കോളും. കയ്യും കാലും കെട്ടിയിട്ട് പിന്നെ നീന്താൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിച്ച് ചാവട്ടെ, വിവരറിയട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ നടപ്പാക്കാനായിട്ട് വേറെ ആൾക്കാരൊക്കെ വന്ന് ആദ്യം കൊണ്ടുപോകണത് രാജാവിനെ കൊണ്ടുപോകണം. മേലാളം തിരുമേനിയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഹനുമാൻ ഈ വള്ളോനെയാണ് കൊണ്ടുപോകുന്നത്. വള്ളോൻ വേഗം റെഡിയായിട്ട് നിന്നു. തന്നെ ഇപ്പം കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് ആ ഇത് ഒരു കുട്ടി കുളത്തിൽ വീണതും അശുദ്ധിയായിട്ടൊക്കെയുള്ള സ്ഥലം ഇവിടെ വേഗം ഒരു ആ ക്ഷേത്രത്തിൽ ഉത്സവക്കാലം ആൾക്കാരൊക്കെ ധാരാളം വരും. എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഇരിക്കെ എന്തിനു പറയണു, ഈ ഭ്രഷ്ട് കൽപ്പിക്കുമെന്നുള്ളത് എന്താ ശിക്ഷ? ഇവർക്ക് 2 പേർക്കും, ഈ മേലാളം തിരുമേനി ഈ താഴ്ന്ന ജാതിക്കാരനെ അടുത്ത ഭവനത്തിൽ താമസിപ്പിച്ചതിനും കൊടുക്കണം ശിക്ഷ, ഈ തിരുമേനിക്ക് വള്ളവും കൊടുക്കണം ശിക്ഷ എന്ന് തീരുമാനിച്ചു. ശിക്ഷിക്കാനൊന്നും വിരോധമില്ല. അപ്പോൾ ഉടൻ തന്നെ ആദ്യം തന്നെ കൈ കെട്ടിയിട്ട് കാലും കെട്ടിയിട്ടിട്ട് വള്ളവനെ അമ്പലക്കുളത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് എറിഞ്ഞു. താനല്ലേ കുട്ടിയെ രക്ഷിച്ച് ഇതാക്കിയത്. തിരുമേനിയാണെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തു. ആൾക്കാരിങ്ങനെ മുമ്പാടും കുളക്കരയിൽ കൂടിയേക്കുക. ഇതാ വള്ളോനെ എടുത്ത് അമ്പലക്കുളത്തിലും മുക്കി കൊല്ലാനുള്ള, മുക്കി കൊല്ലില്ല, കയ്യും കാലും കെട്ടിയിട്ട് വെച്ചിട്ട് കൂട്ടിയിടും. നീന്താൻ പറ്റാതെ കണ്ടാകുമ്പോൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങാൻ പറ്റില്ല, അപ്പോൾ രക്ഷപ്പെടില്ല, കാര്യം തീർച്ച. അവളുടെ എല്ലാം തപ്പും കത്തിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ജീവിതമൊക്കെ അവസാനിക്കാറായി എന്നും പറഞ്ഞ് അതിൻ്റേതായ സാധനങ്ങളൊക്കെ വലിച്ച് വീക്കി കുളത്തിലേക്ക് എന്തിനു പറയണം, ഈ വള്ളോനെ അങ്ങോട്ട് കയ്യും കാലും ബന്ധിച്ച് അവിടേക്ക് അങ്ങ് ഇട്ടു. അപ്പോൾ അതിമനോഹരമായിട്ട് അന്ന് അവിടെ ഉച്ചപൂജയ്ക്ക് നട അടച്ചിട്ട് സോപാന സംഗീതം പാടുന്നുണ്ട്. ആ സമയം സംഗീതത്തിലെ പ്രധാനമായിട്ട് ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥന, എന്തൊരു മഹാനുഭാവലു എന്നും പറഞ്ഞു. പിന്നെ സമയം എത്രയായി, ഇതുവരെയൊക്കെ സമയം എത്ര സമയം എന്നുള്ള പാട്ടും കീർത്തനമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനു പറയണം, നടയങ്ങൾ തുറന്നു കഴിഞ്ഞു. ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് അയാൾ പൊങ്ങി വരണില്ല.
ഒരുപാട് പേരെ നിന്നു. അപ്പോൾ സമപ്രായക്കാരായ കൂട്ടുകാരൊക്കെ കുറേ പേര് വെള്ളത്തിൽ ചാടി എല്ലാവരും രക്ഷപ്പെട്ട് നീന്തി കയറി വന്നു. വള്ളോൻ പൊങ്ങണമില്ല, വെള്ളത്തിൽ നിന്ന് കരയ്ക്കോട്ട് കയറിയിട്ടുമില്ല. അയ്യോ ഇയാൾ ചത്തുപോയോ എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ വിഷമിച്ച മാതിരി നിൽക്കുമ്പോൾ സർവാഭരണ വിഭൂഷിതനായി കിരീടം, ശംഖചക്രം, ഗദ, പത്മത്തോടുകൂടി മഹാവിഷ്ണു ഇങ്ങനെ വെള്ളത്തിൽ നിന്നും പൊങ്ങി വരികയാണ്. കരയിലായിട്ട് ഇയാളെ വെള്ളോനെ മുക്കിക്കൊല്ലണത് കാണാൻ ആഗ്രഹിച്ച് വന്ന എല്ലാവിധ ആൾക്കാർക്കും ഈ വള്ളോൻ ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. അത് സാക്ഷാൽ മഹാവിഷ്ണുവായിരുന്നു. കുളത്തിലേക്ക് പിടിച്ചിട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, പിന്നെ അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. ഈ രാധാദേവി അതേവരെ ഇവിടേക്കൊന്നും വന്നിട്ടുമില്ല. അങ്ങനെ മഹാവിഷ്ണുവിന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബ്രാഹ്മണരല്ലാത്തവരവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും വള്ളോനെ ഇങ്ങനെ കടവിൽ വെള്ളത്തിൽ പൊങ്ങി വരണ കണ്ടു. അവർ കാണുമ്പോൾ നല്ല സുമുഖനായിട്ടുള്ളൊരു യുവാവ് പൊങ്ങി വരണു. ആരാതെന്ന് കൂടി ഇങ്ങനെ വലുതായി വന്നു. പൊങ്ങി വന്ന ആരാണെന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അതാണ് നമ്മുടെ വള്ളോനാണ്. ഉടൻ തന്നെ അദ്ദേഹം എല്ലാവരെയും ബന്ധിക്കുകയും ആരും പറയാതെ തന്നെ ആ ക്ഷേത്രത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുകയും ചെയ്ത് അങ്ങനെ. അതുപോലെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇടി മുഴങ്ങണ ശബ്ദവും ഇപ്പം ടി വി ഒക്കെ ഇതാവും എന്നുള്ള അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മറ്റുള്ളവർ നോക്കുമ്പോൾ വള്ളവനെയാണ് കാണുന്നത്. ഭൂമിയോ അല്ലെങ്കിൽ മറ്റ് സന്തുമിത്രാദികളോ ഒന്നുമല്ല. അവിടെ മഹാവിഷ്ണുവിൻ്റെ ആ രൂപം കണ്ടു. അതോടുകൂടിയിട്ട് ഇവിടുത്തെ എല്ലാവിധ സ്ത്രീകളും ഈ വീഡിയോ കേൾക്കുകയും അതുപോലെ ഈ വീഡിയോ ആവുന്നത്ര പേരെ കേൾപ്പിക്കും. വള്ളവൻ്റെ കഥയോട് കൂടിയിട്ട് നമ്മുടെ പറയിപ്പറ്റ പന്തിരൂലത്തെപ്പറ്റി നമ്മൾ പറയാനുള്ള ഇട വന്നു. അത് കഴിയുകയും ചെയ്തു. ഇതുവരെ കാത്തിരുന്ന എല്ലാ കഥകളും കേട്ടിട്ടുള്ളവരെ വളരെ കൃതജ്ഞതാപൂർവ്വം ഞാനവരെ സ്മരിക്കുന്നു. ഈ വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കമൻറ്റിൽ ഇവിടെ കമൻ്റ് ഇട്ടോളൂ. അത് ഉത്സവ പ്രതീകമായ വിധത്തിൽ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ അധ്യായം ഈ ദശകം വായിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നിവിടെ ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകളും രേവതിക്ക് വയസ്സും പ്രായമായി 19 വയസ്സായി, അതുകൊണ്ടാകാം. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് മഹാവിഷ്ണുവിൻ്റെ ആ അംശാവതാരം കുളത്തിൽ അങ്ങനെ പൊങ്ങി വന്ന് മറ്റുള്ളവരൊക്കെ കണ്ടു. വള്ളോനെ കണ്ടവരാണ് കൂടുതൽ പേര്. അല്ലാത്തവർ കുറേ പേര് ഈ വിശ്വരൂപ ദർശനവും കിട്ടി. അങ്ങനെ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ ഈശ്വരാംശം കുറച്ച് വന്ന് ആളും ചെറുതായി വന്ന് എന്തിനു പറയണം ക്ഷേത്രക്കുളത്തിൽ താഴ്ന്നു വന്നു. മറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ കുറേ നേരം വിളിച്ചെങ്കിലും വന്നെങ്കിലും ഒന്നും കുട്ടി വന്നുമില്ല. ഇതാണ് ഇന്നത്തെ കഥ. ഇതൊന്നത്തോടെ ഈ പറയിപ്പറ്റ പന്തിരൂലം എന്ന കഥ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മുതൽക്ക് മറ്റൊരു പുതിയ കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. ആകുന്നത്ര ഈ കഥകളും എൻ്റെ ചാനൽ പ്രചരണം കൊടുക്കും. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കാണാനുണ്ട്. ഇനി ദൂരെ വഴി എന്നുള്ളവരെ നിങ്ങളുടെ മറ്റ് ബന്ധുമിത്രാദികളെയും ഒക്കെ പ്രേരിപ്പിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥകൾ അതിസാഗരം തിരഞ്ഞെടുത്ത് വായിക്കുക. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.
ഇല്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. പറയിപ്പറ്റ പന്തിരൂലം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥകൾ ആകുന്നത്ര പ്രചരണം കൊടുക്കൂ. ഐതിഹ്യമാലയിലൊക്കെ ഉണ്ട് ഈ കഥകൾ. കൂടുതൽ കൂടുതൽ പേര് ഈ കഥകൾ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി.